നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇരിക്കുന്നത് DJയുടെ ഓസ്മോ ആക്ഷൻ 5 Pro എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ ക്യാമറയാണ്. നിങ്ങൾ വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഓടി നടന്ന് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നിങ്ങൾ വീഡിയോ എടുക്കാൻ ഐഫോൺ പ്ലാൻ ചെയ്തിരിക്കുന്ന ആള്, DSLR ക്യാമറ വ്ളോഗിങ്ങിന് വേണ്ടി നോക്കി വെച്ചിരിക്കുന്ന ആള്, ഇവർക്കൊക്കെ പറ്റിയ ഒരു മോഡലാണ് ഈ കാണുന്ന ആക്ഷൻ 5 Pro. 50,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ വ്ളോഗിംഗ് പർപ്പസ് മീറ്റ് ചെയ്യുന്ന, ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റിയ, POV ഷോർട്സുകളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സാധനം. ഓഫർ വരുന്ന സമയത്ത് 40,000 മുതൽ 47,000 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാധനം മേടിക്കാൻ പറ്റും. എൻ്റെ ഇരിക്കുന്നത് അഡ്വഞ്ചർ കോംബോ എന്ന് പറഞ്ഞ ഐറ്റം ആണ്. ഇതിൽ നമുക്ക് 3 ഐറ്റംസ് ആണ് കൂടെ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. ഒരു എക്സ്റ്റൻഷൻ റോഡ്, 3 ബാറ്ററി, പിന്നെ ആ ബാറ്ററി ഇട്ട് വെക്കാൻ ഒരു കേസ്. ഇതാണ് ഇതിന്റെ ബാറ്ററി കേസ് വരുന്നത്. ഇതൊരു മറ്റേ മൈക്കിന്റെ ബോക്സ് പോലെ സാധനം. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 3 ബാറ്ററി സ്റ്റോർ ചെയ്തൊക്കെ ഉള്ള സാധനമുണ്ട്. ടൈപ്പ് സി വെച്ചിട്ട് ടൈപ്പ് സി ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബാറ്ററിയുടെ സൈസ് ഇത്രയാണ്. ഒരു ബാറ്ററിയുടെ സൈസ് വരുന്നത് 1950 mAh ബാറ്ററിയാണ് ഇതിനകത്ത് കിട്ടുന്നത്. അങ്ങനെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ സിംഗിൾ ബാറ്ററി പാക്ക് മേടിക്കാൻ പറ്റും. അതിനെനിക്ക് തോന്നുന്നു ഒരു 35,000 ആ റേഞ്ചിൽ സിംഗിൾ ബാറ്ററി പാക്ക് ഉള്ള മോഡലിന് കിട്ടും. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ആക്ഷൻ 5 Pro. ഈ സാധനം താഴെ വീഴുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടി ഇതിനൊരു കേസ്, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കേസ് ഇതിന്റെ കൂടെ തന്നെ അവർ തരുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സാധനം താഴെ വീണാലും ഒരു പ്രൊട്ടക്ഷൻ പോലെ, നമ്മൾ ഫോണിന് കേസ് ഇടുന്ന പോലെ കിട്ടും. ഫ്രണ്ടിൽ 48 MB ഒരു ലെൻസ് കാണാം. ഇവിടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഡിസ്പ്ലേ കാണാം. ഇവിടെ നമുക്ക് സ്ലൈഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് സി സ്ലോട്ട് കിട്ടും. റൈറ്റ് സൈഡിൽ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഇവിടെ ഒരു വള്ളി കാണും. ഈ ഒരു സാധനം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാറ്ററി നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇവിടെ അപ് ടു 1 TB വരെ സപ്പോർട്ട് ചെയ്യുന്ന SD കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടും ഉണ്ട്. നമുക്കിത് ഓൺ ആക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീൻ ഓൺ ആയി വരും. ഇവിടെ DJ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. യെസ്, ഇത് ഫുൾ ടച്ച് സ്ക്രീൻ ആണ്. ആൻഡ് നമുക്ക് ഇവിടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വിഷ്വൽസ് കാണാം. ഇപ്പം നമ്മുടെ ആളെയും എന്നെയും കാണുന്നുണ്ടോ? ഇവിടെ 4K 60 FPS ഇപ്പോൾ കിടക്കുന്നത്. ഇത് 1x 2x എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ സൂം നമുക്കിനകത്ത് കിട്ടും. പക്ഷേ വലിയ കാര്യമൊന്നും അതിനകത്തില്ല. ആൻഡ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, ആൻഡ് സൂപ്പർ നൈറ്റ്, സബ്ജക്റ്റ് ട്രാക്കിംഗ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ് എന്നീ മോഡുകൾ നമുക്ക് കിട്ടും. ആൻഡ് നമ്മൾ വീഡിയോ മോഡ് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ, കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ, അങ്ങനെ സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കും. ആൻഡ് ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഇവിടെ നമുക്ക് ബാറ്ററിയുടെ ലോഗോയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ മെമ്മറി കാർഡിൻ്റെ സ്റ്റോറേജ് അനുസരിച്ച് എത്ര മിനിറ്റ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസൊല്യൂഷൻ മാറ്റാം. 4K 4:3, അതുപോലെ 2.7Kയിൽ 1080p 30, അങ്ങനെ നമുക്ക് റെസൊല്യൂഷനും FPS-ഉം മാറ്റി ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ് ടു 240 FPS വരെയും 4Kയിൽ 120 FPS വരെയും നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇതിൽ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിനകത്തൊരു വ്ളോഗ് പോലെ സാധനം എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാക്സിമം മൈക്കിൻ്റെ, ഞാൻ വേറെ എക്സ്റ്റേണൽ മൈക്കൊന്നും ഉപയോഗിക്കുന്നില്ല, ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ ആയിട്ടുള്ള മൈക്കും ഈ ഒരു ലൈറ്റ്, ഇപ്പോൾ ലൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത് ജസ്റ്റ് ഒരു സോഫ്റ്റ് ലൈറ്റിംഗ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലൈറ്റ് എന്നെ കാണിച്ചു. ആ ലൈറ്റിൽ ഈ ഒരു ക്യാമറയുടെ മാക്സിമം ഔട്ട്പുട്ട് ഞാൻ 4K 60 എടുത്തിട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ആക്ഷൻ 5 Proയിലുള്ള വിഷ്വലാണ്. ആൻഡ് ഈ ലൈറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും, കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഈ സോഫ്റ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ അനിയത്തി ഇവിടെ ഇരിപ്പുണ്ട്, ഹായ് പറയൂ. ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് 2-3 ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറയാം. ഇത് അരുൺ ബ്രോ, കൊതിയൻസ് യൂട്യൂബ് ചാനലിലെ ഓണർ. ആൻഡ് ഇത് അമൽ, നമ്മുടെ D4 ഡാൻസ്. നിങ്ങൾ ഫേസ് ഒന്നും കണ്ടു കാണത്തില്ല, ചിലപ്പോൾ അത് മറ്റേ POV. ഈ ക്യാമറയിലുള്ള വിഷ്വൽ, ഇത് ക്യാമറയുടെ ഓണറാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ഒരു ക്യാമറയുടെ ക്വാളിറ്റി എന്നുള്ളത്. ഞാൻ ഇനി എഴുന്നേറ്റ് നടക്കാം ആൻഡ് ഇങ്ങനെ കറങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ലായിരിക്കും. എനിവേ ഞാൻ കുറച്ച് വിഷ്വൽസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇതിനകത്ത് എടുത്തിട്ടുള്ള കുറച്ച് JCBയുടെ POV ആ സാധനമൊക്കെ ഇട്ടുതരാം. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ കുറച്ച് വിഷ്വൽസ് കുറച്ച് ഇട്ടുതരാം. ആൻഡ് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മൂവ്മെൻ്റ് ഉള്ള സമയത്ത് ഈ ക്യാമറയുടെ ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കേസ് ഇതാണ്. ഇതിടാൻ വേണ്ടി സിമ്പിളാണ്. ക്യാമറ ഇങ്ങനെ എടുക്കുക, ജസ്റ്റ് ഇതങ്ങോട്ട് തുറക്കുക, ഇങ്ങനെ വലിച്ചാൽ മതി, തുറക്കാം. മെല്ലെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേസ് റെഡി. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷനാണ് കേട്ടോ. തട്ടലും പൊട്ടലൊക്കെ നമുക്ക് പരിധി വരെ കുറയ്ക്കാം. ആൻഡ് ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന റോഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സെൽഫി സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് കാണുമ്പോൾ ഭയങ്കര ചെറുതാണെങ്കിലും ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ട ഇത്രയും നീളത്തിൽ, കണ്ടോ ഇത്രയും നീളത്തിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു മറ്റേ Insta 360 പോലെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒളിഞ്ഞ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. കല്യാണത്തിൽ ഷൂട്ട് ചെയ്യാം അല്ലേ, മറ്റേ സാധനം, മറ്റേ കല്യാണത്തിൻ്റെ എന്താ മറ്റേ വൈറൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, Insta 360 വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് കറക്കുന്നത്. 360 കിട്ടാത്തതുകൊണ്ട് അത്ര സുഖം കിട്ടത്തില്ല, എന്നാലും വൈഡായിട്ടൊരു സാധനം കിട്ടും. ആൻഡ് ഇത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് എക്സ്ട്രാ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു കുഞ്ഞ് ട്രൈപ്പോഡാണ്, മിനി ട്രൈപ്പോഡാണ്. ഇത് ജസ്റ്റ് ഇവിടെ താഴെ ഒരു സംഭവമുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ, ഇത് മാഗ്നറ്റ് പോലെ സംഭവം കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്ളോഗ് ചെയ്യാം.
ഇങ്ങനെ വെച്ചിട്ട് ഹലോ ഗൈസ് എന്ന് പറഞ്ഞിട്ട് വ്ളോഗ് ചെയ്യാം, സിമ്പിളായിട്ട് വ്ളോഗ് ചെയ്യാൻ കണ്ടോ. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കും. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് സി സ്ലോട്ട് ഉണ്ട്. ഈ ടൈപ്പ് സി സ്ലോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഹോളി ലാൻഡിൻ്റെ മൈക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മൈക്കാണെങ്കിൽ ടൈപ്പ് സി വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എക്സ്ട്രാ മൈക്ക് വയർലെസ് മൈക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ DJയുടെ മൈക്ക് 2 തൊട്ടുള്ള മോഡലാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ, ഇതിപ്പം മൈക്ക് 2 ആണ്, വൈറ്റ് കളർ ഈ സാധനം. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസീവർ ഇല്ലാതെ തന്നെ വയർലെസ് ആയിട്ട് ഇത് വെച്ച് പെയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. എക്കോസിസ്റ്റം പോലെ നിങ്ങൾ ആപ്പിളിൻ്റെ എയർപോർട്സിൽ ലൈക്ക് അറിയാലോ അറിയാലോ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വെച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പ് വെച്ച് പെയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതൊരു ബെനിഫിറ്റ് ഉണ്ട് DJയുടെ മൈക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. ഇനി അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് സി വെച്ചിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. എടുത്തു പറയേണ്ടത് DJയുടെ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമുക്ക് ഈ സാധനം പ്രിവ്യൂ കാണണമല്ലോ, അതിന് വളരെ എളുപ്പമാണ്. iOSലും ആൻഡ്രോയിഡിലും DJയുടെ ഇതിൻ്റെ ആപ്പ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഭയങ്കര സ്മൂത്ത് ആയിട്ട് അത് എപ്പോഴും കണക്റ്റ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ബ്ലൂടൂത്ത് വഴി ഇത് കണക്റ്റ് ആവും. ഇതിനകത്തുള്ള പ്രിവ്യൂ ഡയറക്റ്റ് നമുക്ക് ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമുക്ക് അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഒരു ലാഗ് ഇല്ല. സാധാരണ കാനോണിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ളതിൻ്റെ പ്രിവ്യൂ നമ്മൾ എടുത്ത് നോക്കുമല്ലോ, ലൈവ് പ്രിവ്യൂ അല്ലാതെ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഗാലറിയിൽ പോലെ അതിനകത്ത് കാണിക്കും. അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ലാഗും ഇല്ലാതെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടും. അത് എടുത്ത് പറയണം, DJയുടെ ആപ്പ് പൊളിയാണ്. ആൻഡ് നിങ്ങൾക്ക് കേസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഊരിയിട്ട് കേസ് ഉണ്ടെങ്കിൽ ഇവിടെ വെർട്ടിക്കൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റീൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രൈപ്പോഡിലും എല്ലാം വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് റീലിന് വേണ്ടി, ഇനി അതല്ല നിങ്ങൾക്ക് യൂട്യൂബ് വ്ളോഗിന് വേണ്ടി അല്ലെങ്കിൽ POV എല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെയും പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റ് കൊണ്ട് കൈ പിടിക്കുക. ലൈക്ക് ഒരു ഫോണിൻ്റെ കാട്ടിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രോ മാക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് 16 Pro Max ആണ്. ആൻഡ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിന് ഇച്ചിരി വെയിറ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്കിങ്ങനെ വ്ളോഗ് ചെയ്ത് കൊണ്ട് നടക്കാം. ആൻഡ് ഫോൺ പിടിച്ച് നമുക്ക് ആ ഒരു ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കൈ ഇരിക്കുന്നുണ്ടോ, ആ ഒരു സെറ്റപ്പിൽ ആവശ്യമില്ല. ഇത് ചുമ്മാ നമുക്കിങ്ങനെ കാറിൽ വേണമെങ്കിലോ അല്ലെങ്കിൽ POV എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഓടണമെങ്കിലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി, ക്യാമറയുടെ ബാറ്ററി ബാക്കപ്പ്. 3 ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എല്ലാം കൂടെ 4K 60 നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 1.5 മുതൽ 2 മണിക്കൂറിനകത്ത് നമുക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം മഴ നനയ്ക്കാം, വെള്ളത്തിൽ മുക്കാം, 30 മീറ്റേഴ്സ് വരെ ഈ ഒരു സാധനം വെള്ളത്തിൽ മുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാമറയുടെ റിവ്യൂ. ആൻഡ് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് എൻ്റെ ബയോയിലല്ലോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട് ശീലിച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇതിലെടുത്തേക്കുന്ന വിഷ്വൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ഇട്ടേക്കുന്ന JCBയുടെ ഒരു വ്ളോഗ് ഉണ്ട്. അത് മൊത്തം ഈ ഒരു സാധനത്തിനകത്ത് എടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഔട്ട്പുട്ട് കിട്ടും.